യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇഷ്ടപ്രകാരം. നെതന്യാഹുവിനെ അമ്പരപ്പിച്ച തീരുമാനത്തിൽ അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളൽ. ഇറാനെതിരായ ആക്രമണങ്ങൾ റദ്ദാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാനുമായുള്ള ചർച്ചകൾ പൂർത്തിയായെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരട് കരാറിന് ഇറാൻ നേതൃത്വം അംഗീകാരം നൽകിയെന്നും അവകാശപ്പെട്ടാണ് ട്രംപ് ഇറാനെതിരെ ആക്രമണം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ചർച്ചകളെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ലെന്ന് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ട്രംപിനോട് അടുത്തു നിൽക്കുന്ന സഖ്യകക്ഷികളെ വിളിച്ചാണ് നെതന്യാഹു കാര്യങ്ങൾ അറിയുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇറാൻ നേതൃത്വവുമായി നടന്ന ചർച്ചകൾ ഉന്നത തലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും അമേരിക്കയ്ക്ക് പുറമെ ഇസ്രായേൽ, സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ പങ്കാളികളാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ ഈ കരാറിൽ ഭാഗമല്ലെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവന ഇറക്കി. അതേസമയം ആണവ സാമഗ്രികൾ നീക്കം ചെയ്യാനും പ്രോക്സി ഭീകര ഗ്രൂപ്പുകൾക്കുള്ള സഹായം അവസാനിപ്പിക്കാനും ട്രംപ് ഉറപ്പു നൽകിയതിനെ ഇസ്രായേൽ അഭിനന്ദിച്ചു. ട്രംപിന്റെ വിലക്ക് ലംഘിച്ച് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ട്രംപിനെ പ്രകോപിപ്പിച്ചുവെന്ന അഭ്യൂഹം നിലനിൽക്കെയാണ് ഇസ്രായേലിന്റെ പ്രതികരണം വന്നത്. ഒരു ഫോൺ സംഭാഷണത്തിനിടെ നെതന്യാഹുവിനെ ട്രംപ് അസഭ്യം പറയുകയും തന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നെതന്യാഹു ഇപ്പോൾ ജയിലിലാകുമായിരുന്നു എന്ന് ആക്ഷേപിക്കുകയും ചെയ്തതായി മുൻപ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ഇറാൻ തങ്ങളുടെ പ്രാദേശിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നത് തടയാൻ നിരന്തരമായ സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് ഇസ്രായേൽ വാദിക്കുന്നു. കരട് കരാറുമായി മുന്നോട്ടു പോകാൻ ടെഹ്റാൻ തയ്യാറാണെന്ന സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് ഇറാനിയൻ ലക്ഷ്യങ്ങൾക്കെതിരായ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായി ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായുള്ള ചർച്ചകൾ ഇറാനിയൻ നേതൃത്വത്തിന്റെ ഉന്നത തലത്തിലേക്ക് കൊണ്ടുവന്ന് അംഗീകരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ന് വൈകുന്നേരം ഇറാനെതിരായി ഷെഡ്യൂൾ ചെയ്ത ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ഞാൻ റദ്ദാക്കിയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് ചെയ്തിരുന്നു. വെടിനിർത്തൽ നീട്ടൽ, തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കൽ, ഇറാന്റെ ആണവ പദ്ധതിയെ കേന്ദ്രീകരിച്ചുള്ള പുതിയ ചർച്ചകൾ എന്നിവ നിർദ്ദിഷ്ട ബ്ലൂ പ്രിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പിന്നീട് തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് കൂടുതൽ മുന്നോട്ട് പോയി. അമേരിക്ക ഫലപ്രദമായി ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് വാദിക്കുകയും ടെഹ്റാൻ ഒരിക്കലും ആണവായുധം വികസിപ്പിക്കുകയോ വാങ്ങുകയോ ചെയ്യില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തു. ട്രംപിന്റെ പരസ്യ പ്രസ്താവനയ്ക്ക് മുൻപ് നെതന്യാഹുവിന് മുൻകൂർ അറിയിപ്പ് ലഭിച്ചില്ല എന്നതിനാൽ ഈ വെളിപ്പെടുത്തൽ ഇസ്രായേലി ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അമ്പരന്നു. പൊതുരംഗത്ത് പ്രവേശിച്ചതിനു ശേഷം മാത്രമാണ് ഇസ്രായേൽ നേതാവ് ഈ വികസനം കണ്ടെത്തിയതെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവശേഷിയെ ലക്ഷ്യം വെച്ചുള്ള ഏതൊരു നിർണായക ഉടമ്പടിയും ഉണ്ടാകുമെന്ന ഉറപ്പുകളെ ഇസ്രായേൽ പിന്നീട് സ്വാഗതം ചെയ്തെങ്കിലും മുൻകൂർ കൂടിയാലോചനയുടെ അഭാവം വാഷിംഗ്ടണും ടെൽ അവീവും തമ്മിലുള്ള രൂക്ഷമായ പിരിമുറുക്കങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്നതിനാൽ ഉയർന്നുവരുന്ന ധാരണാപത്രത്തെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി നെതന്യാഹുവുമായി സംസാരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു, ധാരണാപത്രത്തിൽ ഇസ്രായേൽ ഒരു കക്ഷി അല്ലെങ്കിലും ചർച്ചകളുടെ അവസാനം അന്തിമ കരാർ സമ്പുഷ്ടമായ വസ്തുക്കൾ നീക്കം ചെയ്യൽ, സമ്പുഷ്ടീകരിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചുമാറ്റൽ, മിസൈൽ ഉൽപാദനത്തിലുള്ള പരിധികൾ, മേഖലയിലെ തങ്ങളുടെ തീവ്രമായ പ്രോക്സികൾക്കുള്ള ഇറാൻ പിന്തുണ അവസാനിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുമെന്ന് പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിജ്ഞാബദ്ധതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ഇടപെടലുകളിൽ നെതന്യാഹു മാസങ്ങളായി കടുത്ത സംശയം പ്രകടിപ്പിച്ചിരുന്നു. ടെഹ്റാൻ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക പ്രോക്സി സംഘടനകളെ പിന്തുണയ്ക്കുന്നതിനും സമയം കണ്ടെത്താൻ ചർച്ചകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.